ഇടുക്കി പെരിഞ്ചാംകുട്ടിയിൽ കുടിയിറക്കപ്പെട്ട ആദിവാസികൾക്ക് സർക്കാർ പകരം ഭൂമി നൽകാത്തതിനെതിരെ വീണ്ടും പ്രതിഷേധം. 158 കുടുംബങ്ങളിൽ അർഹരായവർക്ക് 1 ഏക്കർ വീതം ഭൂമി നൽകുമെന്നാണ് സർക്കാർ 2018 ഉത്തരവിട്ടത്. ഭൂമി കിട്ടിയില്ലെന്നാരോപിച്ച് 2009 പെരിഞ്ചാംകുട്ടിയിലെ വനം വകുപ്പ് തേക്കു പ്ലാന്റേഷനിൽ കുടിയേറിയ ആദിവാസികളെ 2012 സർക്കാർ ഒഴിപ്പിച്ചത്. സമരപരമ്പരകൾക്ക് ശേഷം 2018 ആദിവാസികൾക്ക് 1 ഏക്കർ ഭൂമി നൽകുമെന്ന് സർക്കാർ ഉത്തരവിട്ടു. എന്നാൽ വനം വകുപ്പിന്റെ തടസ്സവാദങ്ങളും കോവിഡും മൂലം നടപടി നീണ്ടു. ഇതിനിടെ പലതവണ ജില്ലാ ഭരണകൂടം പരിശോധനയും ഹിയറിംഗും നടത്തി. കഴിഞ്ഞ ദിവസം പെരിഞ്ചാംകുട്ടി ആദിവാസി ഭൂമി അവകാശ സംയുക്ത സമരസമിതി മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കുടുംബങ്ങളെ കളക്ടറേറ്റിൽ വിളിച്ചു വരുത്തി ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വേരിഫിക്കേഷൻ കഴിഞ്ഞ് കൊടുക്കാൻ തയ്യാറായതാണ്. അപ്പോൾ ഇതിന്റെ അകത്ത് ചിലർ നുഴഞ്ഞു കയറി ചില സമ്മർദ്ദങ്ങൾ ചെലുത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ പാവങ്ങൾക്ക് ഈ ഭൂമി കൊടുക്കുന്ന കാര്യം ഇങ്ങനെ പെൻഡിങ്ങിൽ പോകുന്നത്. ഞങ്ങൾ ഇന്നിവിടെ മെമ്മോറാണ്ടം കൊടുക്കുന്നത് തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജില്ലയിലെ അന്ന് ഈ നിയോജകമണ്ഡലത്തിലെ MLA ആയിരുന്നു റോഷി അഗസ്റ്റിൻ. ഇന്ന് അദ്ദേഹം ഈ ജില്ലയുടെ ചാർജുള്ള മന്ത്രിയാണ്. തീർച്ചയായും അദ്ദേഹം ഇടപെട്ട് ഈ 158 കുടുംബങ്ങൾക്ക് ഭൂമി കൊടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഭൂമി നൽകാൻ വൈകിയതിന് വർഷം തോറും 50,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ഉന്നയിച്ചായിരുന്നു സമരം. അതേസമയം ഇവരിൽ ഭൂരിഭാഗം പേർക്കും മറ്റ് സ്ഥലങ്ങളിൽ ഭൂമി ഉണ്ടെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. കൂടുതൽ പരിശോധന നടത്തിയ ശേഷം ഭൂമി നൽകുന്നത് സംബന്ധിച്ച് ഉത്തരവിറക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.